നമസ്കാരം. ട്രംപിനെ പോലും പിന്തള്ളിക്കൊണ്ട് ലോകത്തിലെ വൻ വികസന രാജ്യങ്ങളിലെ ഭരണാധികാരികളെ ഒക്കെ പിന്നിലാക്കി ഇന്ത്യയുടെ പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദി അമ്പരപ്പിക്കുന്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ 10 കോടി ഫോളോവേഴ്സ് എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നത്. ഡിജിറ്റൽ യുഗത്തിലെ ജനനായകനായി മാറിയ മോദിയുടെ സ്വാധീനം ഇന്ത്യയുടെ അതിരുകൾ കടന്ന് ആഗോള തലത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നു എന്നതിന് ഇതൊരു തെളിവാണ്. ഈ നാഴികക്കല്ല് പിന്നിടുന്ന ലോകത്തിലെ ആദ്യ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം. ആഗോളതലത്തിൽ മറ്റു പ്രമുഖ നേതാക്കളെക്കാൾ ബഹുദൂരം മുന്നിലാണ് മോദിയുടെ സ്ഥാനം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേക്കാൾ ഇരട്ടിയിലധികം ഫോളോവേഴ്സ് ആണ് നിലവിൽ നരേന്ദ്രമോദിക്കുള്ളത്. 4.32 കോടി ഫോളോവേഴ്സുമായി ട്രംപ് രണ്ടാം സ്ഥാനത്തുണ്ട്. പട്ടികയിലെ ആദ്യ 5 സ്ഥാനങ്ങളിലുള്ള മറ്റു നേതാക്കളുടെ ആകെ ഫോളോവേഴ്സിനേക്കാൾ കൂടുതലാണ് മോദിയുടെ മാത്രം ഫോളോവേഴ്സിന്റെ എണ്ണം എന്നത് അദ്ദേഹത്തിന്റെ ആഗോള സ്വീകാര്യതയുടെ തെളിവായി വിലയിരുത്തപ്പെടുന്നു. 4.32 കോടി ഫോളോവേഴ്സുമായി ട്രംപ് രണ്ടാമതും 1.5 കോടി ഫോളോവേഴ്സുമായി ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയന്തോ മൂന്നാമതുമാണ്. 1.44 കോടി ഫോളോവേഴ്സ് ഉള്ള ബ്രസീലിയൻ പ്രസിഡന്റ് ലുലയാണ് 4ാം സ്ഥാനത്ത്. തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗൻ 1.16 കോടി ഫോളോവേഴ്സുമായി 5ാമതാണ്. ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കൾക്കിടയിലും മോദിയുടെ ഡിജിറ്റൽ സ്വാധീനം സമാനതകളില്ലാത്തതാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് 1.61 കോടി ഫോളോവേഴ്സുമായി മോദിക്ക് ഒരുപാട് പിന്നിലാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഫോളോവേഴ്സിന്റെ എണ്ണം 1.26 കോടിയാണ്. ഇവർ 2-3 സ്ഥാനങ്ങളിലുണ്ട്. 2014 ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് ആരംഭിച്ച പ്രധാനമന്ത്രി ഭരണപരമായ കാര്യങ്ങൾക്കൊപ്പം തന്നെ യുവാക്കളെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. നിലവിൽ ഇസ്രായേൽ സന്ദർശനത്തിലുള്ള പ്രധാനമന്ത്രിക്ക് അവിടെയും വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. ഇസ്രായേൽ പാർലമെന്റായ കെനസെറ്റ് അദ്ദേഹത്തെ പരമോന്നത ബഹുമതി നൽകി ആദരിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയെ വെറും പ്രചരണ വേദി എന്നതിലുപരി ജനങ്ങളുമായി നേരിട്ട് ആശയവിനിമയം നടത്താനുള്ള ശക്തമായ ഉപാധിയായി മാറ്റിയ നേതാവാണ് മോദി. അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ, അന്താരാഷ്ട്ര സന്ദർശനങ്ങൾ, യുവാക്കളുമായി നടത്തുന്ന ആശയവിനിമയങ്ങൾ, സാംസ്കാരിക പൈതൃകത്തിന്റെ ആഘോഷങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന വിഷയങ്ങൾ ഇടം പിടിക്കുന്നു. ഇത് അദ്ദേഹത്തെ ജനങ്ങളോട് കൂടുതൽ അടുത്തു നിർത്തുകയും നേതാവിനും പൗരന്മാർക്കുമിടയിലെ അകലം കുറയ്ക്കുകയും ചെയ്തു. ഭരണ മികവിന്റെ കാര്യത്തിൽ മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ കൈവരിച്ച മുന്നേറ്റങ്ങൾ ശ്രദ്ധേയമാണ്. സാമ്പത്തിക രംഗത്ത് മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് പോലുള്ള പദ്ധതികൾ രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കാൻ സഹായിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം, സ്റ്റാർട്ടപ്പ് വളർച്ച, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളുടെ വ്യാപനം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ ആഗോള ശ്രദ്ധ നേടി. സാമൂഹ്യക്ഷേമ പദ്ധതികളിലൂടെ ദരിദ്രർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളും ശക്തമായി നടപ്പാക്കി. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ മോദിയുടെ ഇടപെടലുകൾ ഇന്ത്യയുടെ ഗ്ലോബൽ ഇമേജ് ഉയർത്തുന്നതിൽ നിർണായകമായി. അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, യൂറോപ്യൻ രാജ്യങ്ങൾ തുടങ്ങി വിവിധ ശക്തരായ രാഷ്ട്രങ്ങളുമായി തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ അദ്ദേഹം എല്ലായ്പ്പോഴും ശ്രദ്ധിച്ചു. അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ സ്വരം ശക്തമായി ഉയർത്തുകയും കാലാവസ്ഥാ മാറ്റം, ഭീകരവാദം, സുസ്ഥിര വികസനം തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തമായ നിലപാട് രേഖപ്പെടുത്തുകയും ചെയ്തു. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ശബ്ദമായി ഇന്ത്യയെ ഉയർത്തിക്കാട്ടിയതും അദ്ദേഹത്തിന്റെ വിദേശ നയത്തിന്റെ പ്രത്യേകതയാണ്. ആക്ട് ഈസ്റ്റ്, നെയ്ബർഹുഡ് ഫസ്റ്റ് എന്നീ നയങ്ങളിലൂടെ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ഉറപ്പിച്ചു. ഗൾഫ് രാജ്യങ്ങളുമായുള്ള ബന്ധം പുതിയ ഉയരങ്ങളിലെത്തി. ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിൽ സർക്കാർ സജീവമായ ഇടപെടലുകൾ നടത്തി. ഇതിലൂടെ ഇന്ത്യയുടെ വിദേശ നയം പ്രായോഗികതയും ദൂരദർശിത്വവും ഒരുമിക്കുന്നതാണ് എന്ന് തെളിഞ്ഞു. ഇൻസ്റ്റഗ്രാമിൽ 10 കോടിയോളം ആളുകൾ പിന്തുടരുന്ന നേതാവെന്ന നിലയിൽ മോദി ഇന്നത്തെ യുവതലമുറയുടെ ഹൃദയത്തിൽ ഇടം നേടിയിരിക്കുന്നു. ഡിജിറ്റൽ യുഗത്തിൽ രാഷ്ട്രീയ നേതാവിന്റെ പുതിയ മാതൃകയായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഭരണമികവും ദൃഢമായ നേതൃത്വവും ശക്തമായ അന്താരാഷ്ട്ര ബന്ധങ്ങളും ഒരുമിച്ച് ചേർന്നപ്പോൾ രൂപം കൊണ്ട പ്രതിഭാസമാണ് നരേന്ദ്രമോദി. ഈ ചരിത്ര നേട്ടം അദ്ദേഹത്തിന്റെ ജനപ്രീതിയുടെ മറ്റൊരു തെളിവായി ചരിത്രത്തിൽ രേഖപ്പെടും.